Welcome back to Xylem Learning. Arnava Miss is here. So മക്കളെ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ട് അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ടീച്ചറെ ബേസിക് സയൻസിലെ വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലിവിംഗ് ഇൻ ഹാർമണി ഒന്നിച്ച് നിലനിൽക്കാം എന്നുള്ള ചാപ്റ്ററിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് നമ്മൾ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണ്, ബയോട്ടിക് ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അബയോട്ടിക് ഫാക്ടേഴ്സ് ആർ ദ തിങ്സ് വിച്ച് ഹെൽപ്പ് എ ലിവിംഗ് ഓർഗാനിസം ടു സർവൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവനുള്ള എല്ലാ വസ്തുക്കൾക്കും ജീവിക്കണമെങ്കിൽ ജീവനില്ലാത്ത കുറച്ച് ആളുകളുടെ സഹായം കൂടിയേ തീരുള്ളല്ലോ. അത്തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഒരു മനുഷ്യനെ നോക്കുകയാണെങ്കിൽ ഭക്ഷണത്തോടൊപ്പം തന്നെ നമുക്ക് പ്രധാനമാണ് ജീവനില്ലാത്ത വായുവും വെള്ളവും ഒക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം ജീവനുള്ള ഒരു വസ്തുവിന് നിലനിന്ന് പോകണമെങ്കിൽ ജീവനുള്ള ആളുകളും വേണം അല്ലെ. ബയോട്ടിക് ഫാക്ടേഴ്സ് ജീവീയ ഘടകങ്ങൾ എന്ന് നമ്മൾ അതിനെ പറയും. ജീവീയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാരുടെ കേസാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഒരുപാട് പച്ചക്കറികൾ കഴിക്കുന്നില്ലേ, ആ പച്ചക്കറികളൊക്കെ ഓരോ പ്ലാന്റ്സിൽ നല്ല ഉണ്ടാവുന്നത്. അപ്പൊ അതൊക്കെ എന്താണ്, ജീവീയ ഘടകങ്ങളാണ്. അപ്പൊ ജീവീയ ഘടകങ്ങളെ കുറിച്ചും അജീവീയ ഘടകങ്ങളെ കുറിച്ചും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പൊ അബയോട്ടിക് ഫാക്ടേഴ്സിനെ കുറിച്ചും കൂടെ എക്സാമ്പിൾ മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വാട്ടർ, അറ്റ്മോസ്ഫിയർ, ടെമ്പറേച്ചർ, സോയിൽ. അപ്പൊ ബയോട്ടിക് ഫാക്ടേഴ്സ് ആണെങ്കിൽ ബയോട്ടിക് ഫാക്ടേഴ്സ് ആർ ദ ലിവിംഗ് കമ്പോണന്റ് ഓഫ് എൻ എക്കോസിസ്റ്റം ആൻഡ് ആക്ടിവിറ്റീസ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പൊ അബയോട്ടിക് ഫാക്ടേഴ്സും ബയോട്ടിക് ഫാക്ടേഴ്സും രണ്ടും കൂടി ചേർന്ന് ഒരു ജീവിക്കുന്ന ചുറ്റുപാടിനെയാണ് നമ്മൾ എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്കോസിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ എന്താ കൂട്ടുകാരെ എക്കോസിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദ നാച്ചുറൽ സറൗണ്ടിങ് ഇൻ വിച്ച് എൻ ഓർഗാനിസം ലിവ്സ് ഈസ് കോൾഡ് ഇറ്റ്സ് ഹാബിറ്റാറ്റ്. The biotic and abiotic factors surrounding and their mutual relationship together is known as ecosystem. അപ്പൊ ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും പരസ്പരം നിലനിന്ന് പോയെങ്കിൽ മാത്രമേ ഒരു ജീവിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള എക്കോസിസ്റ്റത്തിനെ കുറിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കുക ആണോ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ മലയാളം ഭാഗം കൂടെ ഒന്നുകൂടെ നോക്കാം. എന്താണ് ഒരു ജീവി ജീവിക്കുന്ന പ്രകൃതിദത്തമായ ചുറ്റുപാടിനെയാണ് നമ്മൾ ആവാസം എന്ന് പറയുന്നത്. ജീവീയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെടുന്നതും അവയുടെ പരസ്പര ബന്ധത്തിലൂടെ നിലനിൽക്കുന്നതുമായിട്ടുള്ള സംവിധാനത്തെയാണ് നമ്മൾ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. എങ്കിൽ മക്കൾക്ക് ഒരു ആവാസ വ്യവസ്ഥയുടെ ഉദാഹരണം ടീച്ചർക്ക് പറഞ്ഞു തരാൻ പറ്റുമോ? ഉദാഹരണമായിട്ട് നമുക്ക് പറയുമ്പോൾ അല്ലെ, കാട്, നമ്മുടെ കാടുകൾ അല്ലെ, ഒരുപാട് തരത്തിലുള്ള ജീവികൾ അവിടെ കാണുന്നുണ്ട്. കാട് മാത്രമാണോ? അല്ല അല്ലെ, പല തരത്തിലുള്ള സ്ഥലത്ത് നമുക്ക് ഇത്തരം എക്കോസിസ്റ്റം കാണാം. ഭൂമിയിലെ നമ്മുടെ സമുദ്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് വലിയൊരു എക്കോസിസ്റ്റം ആണ്. പുഴകൾ, വയലുകൾ, ഇതൊക്കെ എന്താണ്, എക്കോസിസ്റ്റംസ് ആണ്. അപ്പൊ നമുക്ക് നോക്കാലോ, ഫോറസ്റ്റ് എക്കോസിസ്റ്റം ഉണ്ട്, മെറൈൻ എക്കോസിസ്റ്റം ഉണ്ട്, ഡെസേർട്ട് മരുഭൂമിയിൽ നമ്മൾ തീരെ ചെടികളും ജീവജാലങ്ങളും ഒന്നും ഇല്ല എന്നായിരിക്കും പലരുടെയും വിചാരം. പക്ഷെ മരുഭൂമിയിലും ഒരു ആവാസ വ്യവസ്ഥയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഗ്രാസ് ലാൻഡ് എക്കോസിസ്റ്റം, പുൽമേടുകളും നമുക്ക് പറയാം. അപ്പൊ എല്ലാവർക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ഭാഗം മനസ്സിലായെന്ന് ടീച്ചർ വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ എന്റെ എല്ലാ കൂട്ടുകാരെയും വീണ്ടും കാണാം. Until then, bye bye.